നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മനക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി പിടിയിൽ. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മനക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് നടത്തിയ കൊടിയേറ്റത്തിന് തന്ത്രി ബ്രഹ്മശ്രീ എരിഞ്ഞനവള്ളി നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കടലൂർ ശ്രീകുട്ടൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവം മാർച്ച് 24-ന് ആറാട്ടോടുകൂടി സമാപിക്കും. പാലപ്പിള്ളി കുണ്ടായിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ കൊക്കോ കൃഷി നശിപ്പിച്ചു. പാലപ്പിള്ളി കുണ്ടായിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ കൊക്കോ കൃഷി നശിപ്പിച്ചു. 2 ദിവസങ്ങളിലായി 125 കൊക്കോ മരങ്ങളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വിളവെടുത്ത് തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ കർഷകൻ ദുരിതത്തിലായി. കുണ്ടായിലെ വീട് പ്രളയത്തിൽ തകർന്നതോടെ വർഗീസ് കോടാലി മോനൊടിയിലാണ് താമസിക്കുന്നത്. പകൽ സമയത്ത് പറമ്പിൽ ഷെഡ് കെട്ടിയാണ് വർഗീസും കുടുംബവും കൃഷി പരിപാലിച്ചിരുന്നത്. ആനശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാവിലെ പറമ്പിലെത്തിയപ്പോഴാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് കണ്ടത്. പുഴയോട് ചേർന്നുള്ള പറമ്പിലേക്ക് പുഴ കടന്നാണ് ആനകൾ എത്തുന്നത്. പറമ്പിലെ ഭൂരിഭാഗവും കൊക്കോ മരങ്ങളും നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. കൃഷിയിലൂടെ ഉപജീവനം നടത്തുന്ന വർഗീസ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ജനവാസ മേഖലയിൽ മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടും വനപാലകർ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക വിളകൾ നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വനം വകുപ്പ് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി വ്യാജലഹരി മരുന്നു കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ഷീല സണ്ണി. ചാലക്കുടി വ്യാജലഹരി മരുന്നു കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ഷീല സണ്ണി പറഞ്ഞത്. പറയാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനും മൊഴിയായി നൽകി. തന്റെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്തിയെന്ന് ഷീല സണ്ണി പറഞ്ഞു. നാരായണദാസിനെ അധികം വൈകാതെ കണ്ടെത്തും എന്നുള്ളതാണ് പ്രതീക്ഷയെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഉണ്ടായത് തീർത്താൽ തീരാത്ത നഷ്ടമാണെന്ന് ഷീല സണ്ണി കൂട്ടിച്ചേർത്തു. മുഖ്യപ്രതി നാരായണദാസിനോടുള്ള അന്വേഷണവും ഊർജിതമാണ്. 72 ദിവസമാണ് വ്യാജലഹരി കേസിൽ ഷീല സണ്ണിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചാലക്കുടിയിലെ ഷീല സണ്ണിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. വ്യാജലഹരി സ്റ്റാമ്പുകൾ ഷീല സണ്ണിയുടെ ബന്ധുക്കൾ തന്നെ ബാഗിൽ വയ്ക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. വ്യാജലഹരി കേസിൽ കുടുക്കാനിടയാക്കിയ സാഹചര്യത്തിന്റെ പശ്ചാത്തലം പോലീസ് വിവരശേഖരണം നടത്തി. സംഭവത്തിൽ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീല സണ്ണിയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി നാരായണദാസുമായി ചേർന്ന് LSD സ്റ്റാമ്പുകൾ ബാഗിൽ വയ്ക്കുകയും പിന്നീട് എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതല്ല ആദ്യം അതിപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സമയം അന്നത്തെ ദിവസം നടന്നതും പിന്നെ മകസറ എഴുതിയ ആ റിപ്പോർട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ എന്തായാലും പുതിയ അന്വേഷണ ഇത് വന്നിട്ടുണ്ടല്ലോ. അപ്പം എല്ലാം
പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ എന്നിവർ ചാലക്കുടിയിലെ ബസ് ഉടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ്സുകൾ ഏതു വഴികളിലൂടെ പോകണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ചാലക്കുടിയിൽ നിന്നും പോട്ട വഴി ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിഴക്കുഭാഗത്തെ വീതി കൂട്ടിയ സർവീസ് റോഡിലൂടെ സുന്ദരി കവല വഴി സർവീസ് നടത്തും. എഴുന്നള്ളത്ത് പാത ആശ്രമം റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇരുവശത്തെയും സർവീസ് റോഡിലൂടെ പോട്ട അടിപ്പാത വഴി സർവീസ് നടത്തും. ഇതിലേതെങ്കിലും ബസ്സിന് ഓടിയെത്താൻ സമയക്കുറവ് വരുന്ന പക്ഷം ആ ബസ് ആനമല ട്രാംവേ റോഡിലൂടെ അടിപ്പാത കടന്ന് പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡിലൂടെ എഴുന്നള്ളത്ത് പാതയിൽ കടക്കും. ദേശീയപാത അതോറിറ്റി അടുത്ത ദിവസം തന്നെ റോഡ് അടയ്ക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതോടെ പുതിയ റൂട്ടിലൂടെയുള്ള സർവീസ് ആരംഭിക്കും. ആശ്രമം ജംഗ്ഷനിൽ കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് നിശ്ചിത സമയങ്ങളിൽ സിഗ്നൽ വെച്ച് സൌകര്യം ഏർപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യം ദേശീയപാത അധികൃതരുമായി ആലോചിച്ച് നടപ്പിലാക്കും. ഇരുഭാഗത്തെയും സർവീസ് റോഡിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്താൻ തീരുമാനിച്ചു. ബസ് ഉടമ പ്രതിനിധികളായ ജോൺസൺ പയ്യപ്പിള്ളി, ഷിബു ആട്ടോക്കാരൻ, ലിൻസൺ ജോൺ, MK മിൻഹാജ്, വേണുഗോപാലൻ KN, അഭിലാഷ് PR, ടോജി വർഗീസ്, ലിജോ വർഗീസ്, ബിജു MD എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി പ്രദീപ് കുമാർ സോങ്കർ എന്നയാളെ പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസുമായി പിടികൂടിയത്. ചാലക്കുടി പോട്ടയിൽ ദേശീയപാതയോരത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുകയായിരുന്നു ഇയാൾ. ഇതിന്റെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നത്. പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സാമഗ്രികളും മറ്റും പോലീസ് നശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു TT, അജിൻ KA, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുരുകേഷ് കടവത്ത് എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ മേൽപ്പാലം ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മാറ്റി പ്രവർത്തനം ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് നിർവഹിച്ചു. MD VD ബിജു അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ ഗിരീശൻ കണ്ണത്ത്, മോഹനചന്ദ്രൻ പാട്ടത്തിൽ, ജസ്റ്റിൻ ജേക്കബ്, AR ബാബു എന്നിവർ സംസാരിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി അതിന്റെ സൗകര്യാർത്ഥമാണ് നമ്മൾ ഈ നീതി മെഡിക്കൽ സ്റ്റോർ ഇന്ന് മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറിനോട് കൊടകരയിലെ നിവാസികൾ പുറമെ അത് ഇനി തുറന്നുകൊണ്ട് അറിയുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കും എന്ന രീതിയിലുള്ള ചാലക്കുടി മരത്തുംപുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി ടൗൺ NSS കരയോഗം പ്രസിഡന്റ് I സദാനന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. അഡ്വക്കേറ്റ് V ഗീത, C ശ്രീദേവി, ഡോക്ടർ രാധാരമണൻ, കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ശിവപാലൻ സ്വാമി എന്നിവരെ ആദരിച്ചു. ശ്രീഹരി മൂർഖന്നൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ബിന്ദു ശശികുമാർ, KB മുരളീധരൻ, KM ഹരിനാരായണൻ, അനന്തകൃഷ്ണൻ പൊയ്ക്കാട്ട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിന്റെ ഐശ്വര്യമായ വിഷയത്തിൽ ചില പുരാതനമായ ഈ ക്ഷേത്രങ്ങൾ ഈ നാട്ടിലെ വിശ്വാസികളുമൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ നാടിന് നൽകുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം നമ്മുടെ ഈ നാടിന്റെ വിശ്വസ്തയിലേക്ക്, പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ഊർജത്തിൽ ഇവിടെ ഈ NSS എന്റെ അച്ഛനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്, NSS പ്രസിഡന്റ്. അങ്ങനെയുള്ള ഈ NSS
ഒരു അനുമോദനം ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇരട്ടി സന്തോഷമാണ് എൻ്റെ മനസ്സിൽ നൽകുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് കൂടുതൽ ആളുകൾ നല്ല പദവിയിൽ വന്ന് നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,210 രൂപ, പവന് 65,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി പിടിയിൽ. ചാലക്കുടി മരത്തോമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.